അള്ളാഹു ഒഴികെ മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പൊ ബോധ്യമായോ എന്ന് പ്രവാചകൻ അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്. ഈ തരത്തിൽ കീഴ്പ്പെടുത്തി വാൾമുനമ്പിൽ നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. അബൂ സുഫിയാൻ ഈ ഹക്ക് മനസ്സിലാക്കിയിട്ട് പ്രവാചകന്റെ പ്രവാചകത്വവും ഈ പറയുന്ന ഇസ്ലാമാണ് ശരി എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചറിവോടുകൂടി പരിപൂർണ സംതൃപ്തനായിട്ട് ആണോ ഇസ്ലാം സ്വീകരിക്കുന്നത്? അല്ല. ഇത് ഈ ഒരു സ്ഥലത്ത് ഈ അബൂ സുഫിയാന്റെ സംഭവം നിൽക്കുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്ന് കാണുന്ന ഭീകരമായ അവസ്ഥകൾക്കൊക്കെയും കാരണമാകുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഈ നടക്കുന്ന ഇപ്പൊ നമ്മൾ വായിച്ച ഈ ഭാഗം. ഇവിടെ നിന്ന് അബൂ സുഫിയാൻ തുടങ്ങുന്ന ഒരു ജൈത്ര യാത്രയുണ്ട്. അബൂ സുഫിയാനും അബൂ സുഫിയാന്റെ മകൻ മുആവിയയും അടക്കമുള്ള ആളുകൾ പിന്നീട് അങ്ങോട്ട് ഒരു പുതിയൊരു ഇസ്ലാമിക രാഷ്ട്രവും പുതിയൊരു ഇസ്ലാമിന്റെ മുഖവും ഒക്കെ നൽകിക്കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ തരത്തിൽ അധപ്പതിക്കുന്നതിന് കാരണ ഹേതുവാകുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അബൂ സുഫിയാൻ സ്വന്തമായിട്ട് ഇത് മനസ്സിലാക്കി തിരിച്ചറിവോടുകൂടി അള്ളാഹുവിനെ ഭയന്ന് അത് തിരിച്ചറിഞ്ഞ് ഹിദായത്ത് കിട്ടി അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചതാണെങ്കിൽ ഇന്ന് ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെ ആകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എത്തിക്കാൻ കാരണമായതും ഈ അബൂ സുഫിയാനെ ഈ തരത്തിൽ വാൾമുനമ്പിൽ ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്. അബൂ സുഫിയാൻ പിന്നീട് ഇതിനെല്ലാം പ്രതികാരം വീട്ടുന്ന അവസ്ഥകളൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ ഒരു സന്ദേശം സ്വീകരിച്ച് അങ്ങനെ പരിപൂർണ മുഅ്മിനായി മുവഹിദായി അങ്ങനെ ജീവിക്കുന്ന അവസ്ഥയൊന്നും ചരിത്രങ്ങളിൽ ഇല്ല. അതൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു ഒപ്പിച്ച് ഒരു റളിയല്ലാഹു അൻഹു കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നമ്മൾ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്.